യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളാണ് ഇന്ന് ധ്യാനത്തിന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ജോൺ ചാപ്റ്റർ 15 വേഴ്സ് 1 and 2 വായിച്ച് കേൾക്കാം. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെ അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. നല്ല വചനത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ ശുശ്രൂഷ വേളയിൽ താൻ ആരാണ്, തൻ്റെ പിതാവ് ആരാണ്, നാം ആരാണെന്നൊക്കെ വെളിപ്പെടുത്തുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഈ സന്ദേശം നിങ്ങൾക്ക് കൈമാറാൻ ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. ഇവിടെ ഒരു തോട്ടത്തെ വിശേഷിപ്പിക്കുക. ആ തോട്ടത്തിന് ഒരു തോട്ടക്കാരനുണ്ട്. പല തോട്ടക്കാരനില്ല, ഒരു തോട്ടക്കാരൻ. ഈ തോട്ടത്തിനകത്ത് ഒരു മുന്തിരിവള്ളിയുണ്ട്. പല മുന്തിരിവള്ളിയില്ല, ഒറ്റ മുന്തിരിവള്ളിയേ ഉള്ളൂ. ഈ മുന്തിരിവള്ളിയിൽ നിന്ന് ഫലം നിറഞ്ഞ കൊമ്പുകളുമുണ്ട്, ഫലം കായ്ക്കാത്ത കൊമ്പുകളുമുണ്ട്. അപ്പൊ ഈ വാക്യം തുടങ്ങുമ്പോൾ എത്ര വർഷമായി ഈ തോട്ടത്തിൽ വന്നിട്ട്, എത്ര വർഷമായി ഈ മുന്തിരിവള്ളിയോട് നിന്നെ ഒട്ടിച്ചിട്ട് നിനക്ക് കായ്ക്കാൻ പറ്റുന്നുണ്ടോ, അതോ കായ്ക്കാതിരിക്കുവാണോ? കായ്ക്കുന്നതെല്ലാം അധികം ഫലം കായ്ക്കേണ്ടതിന് വീണ്ടും തോട്ടക്കാരൻ ചെത്തി വെടിപ്പാക്കും. എല്ലാം പറഞ്ഞു തീർക്കുവാൻ സമയം അനുവദീനമല്ല. എന്നാൽ പറയാവുന്ന അത്രയും പറയാം. 2 കാര്യത്തിൽ ലെവലേശ സംശയം വേണ്ട. ഒരു തോട്ടക്കാരൻ്റെ അധീനതയിൽ ഒരു മുന്തിരിവള്ളി തലപൊക്കി നിൽക്കുക. ഏതാണ് ആ തോട്ടക്കാരൻ? സർവശക്തനായ ദൈവം. ഏതാണ് ആ മുന്തിരിവള്ളി? യേശു ക്രിസ്തു. ഏതാണ് ആ മുന്തിരിവള്ളിയുടെ കൊമ്പ്? നീയും ഞാനും. അങ്ങനെയാണ് ഈ അധ്യായത്തിന്റെ വ്യാഖ്യാനം. കൊമ്പ് മുളച്ചതല്ല. ഈ കൊമ്പ് പൗലോസിന്റെ ഭാഷയിൽ റോമാലേഖനത്തിലെ വെളിപ്പാടിൽ ഈ കൊമ്പ് ഒട്ടിച്ചു വെച്ചതാ. ഈ കൊമ്പ് എന്ത് ചെയ്തതാ? ഒട്ടിച്ചു വെച്ചതാ. നാട്ടുകാര് പറഞ്ഞു നിന്നെ കൊള്ളത്തില്ലെന്ന്, വീട്ടുകാരും പറഞ്ഞു കൊള്ളത്തില്ലെന്ന്. പക്ഷെ മുന്തിരിവള്ളിക്ക് തോന്നി ഇവനെ ഒട്ടിച്ചാ കൊള്ളാവുന്നു. ഒരാമയും പറഞ്ഞു തുടങ്ങണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പലരും കൊള്ളത്തില്ലെന്ന് പറഞ്ഞത്. ഈ മുന്തിരിവള്ളിക്ക് തോന്നി നിന്നെ ഒട്ടിച്ചാ കൊള്ളാവുന്നു. പക്ഷേ ഒട്ടിച്ചിട്ടും എന്താ ഫലം കായ്ക്കേണ്ടേ? ഒട്ടിച്ചെങ്കിലും ഒട്ടണ്ട പോലെ ഒട്ടിയില്ലേ, ഫലം വരികയില്ല, നിന്ന് വാടത്തേ ഉള്ളൂ. നിന്നെ 10 വർഷമായി തോട്ടത്തിൽ നട്ടെങ്കിൽ നീ വാടിയോ തഴച്ചോന്ന് നിന്നോട് തന്നെ ഈ വചന വെളിപ്പാടിൽ ചോദിക്കണം. ഹല്ലേലൂയ. അത് പാസ്റ്റർ തലേ കൈവച്ചോ പ്രവാചകം വന്നോന്നൊന്നുമല്ല. നിങ്ങൾ ശ്രദ്ധിക്കണം. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പം ഫലം തേടി വരുന്ന തോട്ടക്കാരൻ ബൈബിളിലുണ്ട്. ഫലം തേടി വരിക. നിന്നെ എന്തിനാണ് ഈ മുന്തിരിവള്ളിയോട് ഒട്ടിച്ചത്? നിന്റെ കുടുംബത്തിൽ ആരും കായ്ക്കാത്ത ഫലം നീ കായ്ക്കണം. ഹല്ലേലൂയ. ചിലരുടെ ജീവിത സാഹചര്യങ്ങൾ മാറാൻ പോവാ. ഈ റോമാലേഖനത്തിലെ വാക്യം ശ്രദ്ധിക്കണം. വീട്ടിൽ ചെന്ന് 11-ാം അധ്യായം വായിച്ചു നോക്കണം. 17 മുതലുള്ള വാക്യങ്ങളിലുണ്ട്. കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ നിന്ന്
ഒടിച്ച് ചേർത്ത് കൊമ്പുകളിൽ ചിലതൊടിച്ചിട്ട് കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്ത് ഒലിവുമരത്തിന്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീർന്നു എന്ന് പറഞ്ഞാൽ ഈ കൊമ്പായ നിനക്ക് ഇതിനൊന്നും യോഗ്യതയില്ല. പക്ഷെ നിന്നെ കായ്ക്കാമെന്നുള്ള മുന്തിരിവള്ളിയുടെ ആഗ്രഹം കൊണ്ടാണ് നിന്നെ ഒട്ടിച്ച് ചേർത്തേക്കുന്നത്. 6-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. 6-ാമത്തെ വാക്യം, എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകും. ഇവിടെ ചില കൊമ്പ് ഉണങ്ങുന്നു. അതിന്റെ കാരണം എന്നാ? വസിക്കേണ്ടത് പോലെ മുന്തിരിവള്ളിയിൽ വസിക്കാത്തോണ്ടാ. അടുത്തിരിക്കുന്ന ആളെ തൊട്ടൊന്ന് പറ, കുറച്ചുകൂടെ മുന്തിരിവള്ളിയോട് ഒന്നൊട്ടണമെന്ന് പറ. ഏതാണ്ടൊക്കെ നിങ്ങൾക്ക് ഇച്ചിരി മനസ്സിലായി വരുന്നുണ്ട്. നിന്നെ ഒട്ടിച്ചതാ, പക്ഷെ നീ ഒട്ടണ്ട പോലെ അങ്ങോട്ട് നീ വേറെ എവിടൊക്കെയോ ഒട്ടി നിൽക്കുക. യെശയ്യാ പ്രവചനം 5-ാം അധ്യായം വായിക്കണ്ട, എന്നെ നോക്കിയാൽ മതി. എന്റെ പ്രിയന് കുന്നിന്റെ മുകളിൽ ഫലവത്തായ ഒരു മുന്തിരിത്തോട്ടമുണ്ട്. അവൻ അതിന് കല്ല് പറക്കി നന്നായി ഒരുക്കി ചക്കും കുഴിച്ചിട്ട് നല്ല വക മുന്തിരി നട്ടു. പക്ഷെ കായ്ച്ചതോ കാട്ടുമുന്തിരി. അപ്പൊ ചോദ്യം, നിപ്പ് തോട്ടത്തിലാണേലും കായ്ക്കുന്നത് കാട്ടുമുന്തിരിയാ. പുതിയ നിയമത്തിൽ എഴുതി, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്ക്. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം. പിന്നെ അങ്ങോട്ട് വായിച്ചു. അതെവിടാ? ഗലാത്യ ലേഖനത്തിൽ വായിച്ചാൽ മതി. പോട്ടെ, നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം ഒരു തോട്ടത്തിൽ ചില കൊമ്പ് ഉണങ്ങിക്കൊണ്ടിരിക്കുന്നു. ചിലര് വല്ലാതെ ഉണങ്ങിപ്പോയി. ഒരു സ്തോത്രം പോലും പറയാത്തവർ ഉണങ്ങിപ്പോകണം. ഈ ഉണങ്ങിയതിനെ പരിഗണിക്കുന്നെന്ന് വാക്യമില്ല. ഉണങ്ങിയതിനെ പിന്നെ കത്തിക്കാൻ വെച്ചേക്കുക. ഒന്ന് തൊട്ട് വെച്ചറ, വല്ലാണ്ട് അങ്ങ് ഉണങ്ങല്ലെന്ന് പറ. ബ്രദറെ, ഇപ്പൊ യോഗത്തിന് വരുന്നവരെ മടുപ്പ, നീ വല്ലാതെ ഉണങ്ങിയേക്കുക. പിണങ്ങരുത്. ചോദ്യം, നമുക്ക് ബൈബിളിൽ നമ്മളിൽ ഉണക്ക് തട്ടിയിട്ടുണ്ടോ എന്നൊന്ന് അറിയണം. അറിഞ്ഞാണ് ഫലം കായ്ക്കുന്ന. ഈ 15-ാം അധ്യായത്തിൽ കർത്താവ് 16-ാമത്തെ വാക്യത്തിൽ ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല. നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കണം. എന്തിന്? നിങ്ങൾ പോയി ഫലം കായ്ക്കണം. നിന്നെ നിന്ദിച്ചവരുടെ മുമ്പിൽ നീ ഫലം കായ്ക്കണം. കായ്ച്ച പോരാ, ആ ഫലം നിലനിർത്തണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഈ കായ്വുള്ളവയെ മാത്രമേ നമ്മൾ നോക്കത്തുള്ളൂ. ഇപ്പോഴേറ്റവും കൂടുതൽ ഫലം തരുന്ന ഒന്നാ റംബൂത്താൻ, ഇല്ലയോ? ഒരു കാ പോലും കായ്ക്കാത്ത റംബൂത്താനെ നോക്കി നിൽക്കുന്നെങ്കിൽ അവന് ഒരു പിരി കുറവാ.